സിസ്റ്ററെ, ഇത് എന്ത് പരിപാടിയാണ്? അരമണിക്കൂറായിട്ട് അവിടെ വെയിറ്റ് ചെയ്യാ. ഇയാളകത്ത് എന്തെടുക്കുകയാണ്? ഞങ്ങൾക്കൊക്കെ പോയിട്ട് വേറെ കാര്യമുള്ളതല്ലേ? ഒരു മിനിറ്റ്. മാഷ് എന്ത് ചെയ്യാണ് ഇവിടെ? എത്ര നേരായി? മാഷേ, ഇതിനൊക്കെ എന്തിനാണ് ഇത്ര സമയം? ഷിജു മാഷേ, മാഷ് തുറക്കണില്ലല്ലോ. ഡോർ ഓർക്കുമാ. എന്ത് വളരെ എത്ര സമയം ചുമ്മാ ആണുങ്ങളെ വില കളയാനായിട്ട് ഇറങ്ങുന്നുണ്ടോ? കിട്ടിയ സംഭവം എന്തുപറ്റി? പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ. പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നെ കൊണ്ട് പറ്റണില്ല. മാഷിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെന്താണ്? എനിക്ക് മൂടങ്ങട് സെറ്റ് ആവണില്ല. മാഷിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലേ? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവല്ലോ. എന്ത് കാര്യങ്ങൾ? മാഷ നോക്കി കണ്ടൊക്കെ ചെയ്യും. പെട്ടെന്ന് ആയിക്കോട്ടെ, ക്യൂ ആണ്. മാഷേ, you can do it. സ്ത്രീ പുരുഷ സങ്കല്പം സമ്പൂർണമാകുന്നത് അവരിൽ നിന്നും മറ്റൊരു ജീവൻ ഈ ഭൂമിയിൽ പിറക്കുമ്പോഴാണ്. മാനസിക, ശാരീരിക, ലൈംഗിക ആരോഗ്യം മറ്റൊരു ജീവന്റെ സൃഷ്ടിക്കായി അത്യന്താപേക്ഷിതമാണ്. ചില ചോദ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കുഴയ്ക്കുന്നുണ്ടാകാം. ഇവിടെ കുറച്ച് മോട്ടിവേഷൻ കുറവുണ്ടാ? വിശേഷം വലുതായോ? വിശേഷം വല്ലതായോ? നാട്ടുകാർ പറയണത് നിന്റെ പ്രശ്നം കൊണ്ടാണ് പെണ്ണ് പോയെന്നാണ്. ഈ മാനം പോയിട്ട് പിന്നെ നഷ്ടപരിഹാരത്തിന് കൊടുത്തിട്ട് കാര്യം. ഒരു പെണ്ണിട്ടിട്ട് പോയാൽ തീരാവുന്ന പരിപാടി. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 3 വർഷമായി. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഇതൊന്നും മോങ്ങാണ്ടിരിക്കും ഷിജു. ഞാൻ പറഞ്ഞില്ലേ എന്റെ ഷിജു ഹീറോ ആണ്. സൂപ്പർ ഹീറോ. യു ക്യാൻ ഡു ഇറ്റ് ഷിജു, യു ക്യാൻ ഡു ഇറ്റ് ഷിജു, യു ക്യാൻ ഡു ഇറ്റ് ഷിജു, യു ക്യാൻ ഡു ഇറ്റ് ഷിജു. സൂപ്പർ ഹീറോ, സൂപ്പർ ഹീറോ, സൂപ്പർ ഹീറോ. മാഷേ, ഞാൻ പറഞ്ഞില്ലേ മാഷിനെ കൊണ്ട് പറ്റുന്നു. ആ, ഏത് ഡോക്ടറുടെ പേഷ്യന്റ് ആണ്? മേരി ഡോക്ടറുടെ. അപ്പൊ എല്ലാം ശരിയാവും. അതെല്ലാം ശരിയാവും. ഒരു ബോട്ടിലെടുത്ത. മോളെ സമയം എത്രയായി? 3:30. രമ്യ സുരേഷ്, കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി? 11 വർഷം. 11 വർഷം. ഓ, ഇവിടെ ഏത് ഡോക്ടറെ കാണുന്നേ? ഇങ്ങ മേരി ഡോക്ടർ இருக்காங்கல்ல? മേരി ഡോക്ടർ. എന്റെ മോളും മരുമോനും ആ ഡോക്ടറെ കാണുന്നത്. ഞാൻ അവരുടെ കൂടെ അവർക്കൊരു ധൈര്യത്തിന് വേണ്ടി വന്നതാ. ചികിത്സ തുടങ്ങിയിട്ട് എത്ര കൊല്ലായി? கோயம்புத்தூர்ல இருந்தே பார்த்துட்டு இருக்கேன். 7 வருஷம் ஆச்சு இல்லைங்க? 6-7 വർഷമായോ? ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരുണ്ടാവണമെങ്കിൽ വലിയ പാടാ. അതാണ് എൻ്റെ മരുമകൻ. മറ്റേ സംഭവം എടുക്കാൻ വേണ്ടി പോയതാ. മോനെ കിട്ടിയാ? ഞാനൊന്ന് അവൻ്റെ അടുത്ത് ചെല്ലട്ടെ. മോനെ സംഭവം കിട്ടിയില്ലേ? എന്തിനാണ് ഇത്ര ശബ്ദം ഉണ്ടാക്കുന്ന? പുതക്കനെ പറയണം. എടാ, ഇവിടെ ഓരോരുത്തർ 6-7 കൊല്ലായിട്ട് ഇതിനു വേണ്ടി നടക്കാണ്.
ഈ ഡോക്ടർ അത്ര പോരാന്നാണ് ഞാൻ കേട്ടത്. ഇത് ശരിയാവില്ലെങ്കിൽ നമ്മള് കിഴക്കല്ലൂരുള്ള മറ്റേ ആസ്പത്രിയിൽ പോവാന്ന്. ശരിയാകാതിരിക്കാൻ ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്താണ്? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ. നിങ്ങൾ എന്തിനാണ് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി നടക്കണെന്ന് അടങ്ങരുത് അവിടുന്ന്. ഓർന്നു. അമ്മ എന്താ വിശക്കണ്ട? രാവിലെ ഒരു ചായ കുടിച്ചിട്ട് പോന്നതാ. ഇപ്പൊ സമയം എത്രയായി? നമുക്ക് എന്നാലേ പോണ വഴിക്ക് ഒരു ബിരിയാണി കഴിച്ചാലോ? ശരിക്കും ശരിക്കും ബിരിയാണി കഴിക്കാം. എല്ലാവർക്കും എന്തൊരു സന്തോഷമാണല്ലേ. പപ്പ ഇപ്പോഴാ ശരിക്കും ഞങ്ങളുടെ പഴയ പപ്പയായത്. ഇതെന്താ ഞാൻ എന്ത് പറഞ്ഞാലും കൂക്കൂന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ? ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? അതല്ലെന്നേ, ഈ വയറക്കപ്പുഴ വീർക്ക്. കുഞ്ഞ് വലുതാവണ്ടേ? അതിനെ കുറിച്ച് മാസങ്ങളൊക്കെ എടുക്കും. എന്നാലും വേഗം വന്നാ മതിയായിരുന്നല്ലേ, കാണാൻ കൊതിയായിട്ട് വരില്ല. ഷിജുനല്ലേ പറഞ്ഞേ നമ്മുടെ കുഞ്ഞൊരു അത്ഭുതമാണ്, കാത്തിരിക്കണം എന്നൊക്കെ. അപ്പൊ കാത്തിരിക്കണം. ഞാനേ നമ്മുടെ കൊച്ചിന് പേരൊക്കെ ആലോചിക്കാൻ തുടങ്ങിട്ടാ. ഇത്ര പെട്ടെന്നോ? പെൺകൊച്ചാണെങ്കി മഴ. മഴ എന്താണ് ആ പേരിന് കുഴപ്പം? 2 അക്ഷരല്ലേ ഉള്ളൂ, നല്ല ആർദ്രതയുള്ള പേരല്ലേ. ആൺകുട്ടിയാണെങ്കിൽ നല്ല പേരുകളുണ്ടെന്ന്. വേണ്ട, വേറെ പേരുണ്ടെന്നേ. എനിക്ക് കേക്കണ്ടേ? ഞാനൊരു പേര് പറയുമ്പോഴേ കുഴപ്പമൊക്കെ ഉള്ളൂ. മഴ കൊള്ളാവുന്ന സജു, പെണ്ണാണെങ്കിൽ മഴ, ആണാണെങ്കിൽ സൂര്യൻ. ഞാൻ ഉറപ്പിച്ചു. ആ അതെ, എനിക്കൊരു മസാല ദോശ വാങ്ങി തരുമോ? മസാല ദോശയോ ബിരിയാണിയോ എന്താ വാങ്ങിച്ചു തരാം. അതെ, ഇപ്പൊ സ്കാൻ ചെയ്യുമ്പോഴേ നമുക്ക് നമ്മുടെ ആളെ കാണാം അല്ലേ? ഓ, അത്രയ്ക്കൊന്നും കാണാൻ പറ്റില്ല. ഒരു കുഞ്ഞു വരെ കാണാൻ പറ്റും, അത്രേ ഉള്ളൂ. എന്നാലും കാണാലോ. ഹലോ പപ്പ. ലോട്ടറി അടിച്ചു. 50 ലക്ഷത്തിന്റെ ലോട്ടറി. 50 ലക്ഷം? കണ്ട, നമ്മളെ ആള് വേറെ കണ്ട ഒരു കൊട്ട ഐശ്വര്യമായിട്ടാണ് വരണത്. ഞാനൊരു പേര് പറയട്ടെ. പറ. ഐശ്വര്യലക്ഷ്മി. ഐശ്വര്യലക്ഷ്മി സൂപ്പറാണ്, അടിപൊളിയാണ്.